ഹലോ. അപ്പൊ ഈ ഹായ് ഒക്കെ പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? ബോർബോന്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കുപ്പികളിലൊക്കെ ആയിട്ട് റൂം പൂട്ടിയിട്ട് എങ്ങോട്ടാ വലിയ ദീർഘദൂര യാത്രയാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കയ്യിൽ ടവലൊക്കെ ഉണ്ട് കേട്ടോ. ടവലൊക്കെ എനിക്ക് ജലദോഷം തുമ്മൽ എപ്പോഴും ഉള്ളതുകൊണ്ട് ടവൽ എപ്പോഴും കാണും കേട്ടോ. ഇത് സ്റ്റെപ്പൊക്കെ കയറി നമ്മള് ഒരു ടാറ്റ ബൈബൈയൊക്കെ കൊടുത്ത് ചെല്ലുന്നത് ടെറസിലേക്കാണ്. അപ്പൊ ടെറസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും റൂമിൽ ഇങ്ങനെ റൂം അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ടെറസിൽ ചെന്നിരിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ ടെറസിൽ വന്നിരിക്കുന്നതും ടെറസിൽ ഇത്രയും നേരം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ. ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. നമ്മൾ ചായ ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ റൂമിലിരുന്നൊക്കെ കഴിക്കുന്നേക്കാളും നല്ല അടിപൊളി ഫീലാണ് ടെറസിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്നെ പോലെ ടെറസ് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കയറി കാണുക. പിന്നെ നമ്മുടെ ഇത് ടെറസ് ക്വാർട്ടേഴ്സിന്റെ നമ്മുടെ സ്റ്റാഫിന്റെ ക്വാർട്ടേഴ്സിൽ വരുന്ന ഇതാണ്. ഫാമിലീസ് ഒന്നുമില്ല, സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്ന ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ സൂര്യാസ്തമയം കാണുക, സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അടിപൊളി ഫീലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് ചെറിയൊരു മോട്ടിവേഷനൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചാനലിൽ ഫുൾ വീഡിയോ കയറി കാണുക. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ. അപ്പൊ നമ്മുടെ ടെറസിന്റെ വ്യൂ, ടെറസിലേക്ക് വന്ന ആ ഒരു സമയത്ത് ശരിക്കും ഇപ്പൊ സൺസെറ്റിന്റെ ഒരു സമയമാണ്. അപ്പൊ ആ സൂര്യ അസ്തമയത്തിന്റെ ആ ഒരു സമയത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷ്വൽസും ആ ഒരു തണുത്ത കാറ്റും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സമയമാണ് ഈ ഒരു സമയം. അപ്പം ശരിക്കും ഞങ്ങള് 2-3 പേര് 4-5 പേര് എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് ആരൊക്കെ ഇറങ്ങുന്നുണ്ടോ അത്ര ആളുകൾ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇരിക്കാറുണ്ട്. അതിലിപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇതൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും ടെറസിൽ എന്താ പറയാ ഒരു നമ്മൾ ടെറസിനോട് ഇഷ്ടം വരുന്ന കുറച്ച് വ്യക്തികളുണ്ടല്ലോ. അപ്പോൾ ടെറസിൽ വന്ന് ഇരിക്കുകയും സംസാരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ടെറസിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ ഇമോഷൻസ് അല്ലെങ്കിൽ ഓരോ സമയത്തുള്ള നമ്മുടെ വ്യക്തിപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന നിമിഷങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മളിലേക്കും കുറേ ചേഞ്ചസ് കൊണ്ടെത്തിക്കുക. അപ്പം ഏറ്റവും കൂടുതൽ ടെൻഷൻ ഫ്രീ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീ മെഡിറ്റേഷൻ എടുക്കുന്ന അതിൻ്റെക്കാളും ഏറ്റവും ഉപരി മുകളിലായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക്. എന്താ ചിരിക്കുന്നേ? എവിടെ? അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഏതാ? തെന്നിമാറിപ്പോയി. വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മറന്നു. അപ്പോൾ ഇതുപോലെ ഒരു ടെറസ് ലവ് അല്ലെങ്കിൽ ടെറസ് ലവർ അല്ലേ, ഏറ്റവും കൂടുതൽ ടെറസിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ കണക്കാക്കാൻ പറ്റും. ഒന്ന് ടെറസിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ശാന്തമായി പോയിരുന്ന് ഭയങ്കര ഇമോഷണൽ ആവുന്ന വ്യക്തികളും, അല്ലെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആക്കുന്ന വ്യക്തികളും ഉണ്ടാവും. അപ്പൊ രണ്ട് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻസ് ഫ്രീ ആവുന്ന അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഫ്രീ ആകുന്ന ഒരു ഫ്രീ മെഡിറ്റേഷൻ പോലെയാണ് ടെറസിനെ കണക്കാക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത കാറ്റഗറിയിലുള്ളവരും കമന്റ് ചെയ്യാം കേട്ടോ. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻവോൾവ് ആവുമ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലൊരു റൂമിൽ അടച്ചു കൂട്ടിയിരുന്ന് ഇരിക്കുന്നേക്കാളും കുറച്ചും കൂടി നല്ലതാണ് ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കുറച്ചും കൂടി നമ്മൾ ഓപ്പൺ ഒരു എയറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമ്മളൊരു ആ ഒരു മസിൽസൊക്കെ വിട്ട് മസിൽ പിടിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ വിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു എൻഗേജ്ഡ് ആവും. അപ്പം അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ആയിട്ട് എപ്പോഴും നല്ല രീതിയിൽ ഇരിക്കാൻ പറയാം. അപ്പോൾ ഇത്രയും നേരം നിങ്ങളെൻ്റെ കത്തിയിലിട്ട് ബോറടിച്ചിരിക്കുകയല്ലേ? ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ആരോടും പറയാറില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് വേറൊരാൾക്ക് സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം കാണുന്ന ഒരാളുടെ മൈൻഡ് സെറ്റിനെ വെച്ചിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അവർ കേൾക്കുന്നവർക്ക് മനസ്സിലാവണമെങ്കിൽ അവരുടെ ഇമോഷണൽ ആ ഒരു ലെവലിനനുസരിച്ചിരിക്കും. അത് അക്സെപ്റ്റബിൾ ആണോ, അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ
അത് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന മാറ്റർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രോയൊന്നും അല്ലെങ്കിലും ബട്ട് നമ്മൾ ശ്രമിക്കും മാക്സിമം എല്ലാവരെയും ഹാപ്പി ആയിട്ട് ഇരുത്താനും അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറയാനും ഒക്കെ. അപ്പോൾ അങ്ങനെ തോന്നിയ കുറച്ച് തോട്ട്സ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എന്താ പറയുക ബ്ലാ 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 സെക്ഷനിൽ നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ, പറയും. സോ പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് IELTS OET തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി, അതായത് നഴ്സിംഗ് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇറങ്ങുന്നവർക്ക് കൺഫ്യൂഷനാണ് IELTS വേണോ OET വേണോ. ഈ കൺഫ്യൂഷൻ നിൽക്കുന്ന ആളുകൾക്കാണ് ഇപ്പം ഇനി 3ാമത് PT കൂടി വന്ന് പെട്ടിരിക്കുന്ന എക്സാം. അപ്പോൾ അതിനെക്കുറിച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സാം എഴുതി അപ്പോൾ എക്സ്പീരിയൻസ്ഡ് നമ്മൾ എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ഓരോരോ എക്സാം എഴുതി നോക്കിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിലിപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും നഴ്സിംഗ് കഴിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്നിപ്പം പറയാനുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഞാൻ ഈ സമയത്തൊക്കെ കിടന്നുറങ്ങുന്ന സമയമാണ്, വൈകുന്നേരങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങും. പക്ഷെ എനിക്ക് ഇങ്ങനെ ടെറസിൽ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നിങ്ങളോട് കത്തിടിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നതെങ്കിലും എനിക്ക് ഭയങ്കര റിലാക്സേഷനാണ്. കാരണം നമ്മുടെ മൈൻഡ് അത്രയും കൂൾ, ഭയങ്കര കാറ്റ്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഫ്രീ അല്ലെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങി തീർക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എന്താ ഒരു വേസ്റ്റായിട്ട് എനിക്ക് തോന്നുക. നമുക്ക് അത്രയും നമ്മൾ അതിനേക്കാളും കൂടുതൽ നമ്മുടെ മൈൻഡ് എക്സ്ട്രാ റിലാക്സ്ഡ് ആയിട്ട് മാറുകയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ. അങ്ങനെ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല നിലവിൽ. പിന്നെ എൻ്റെ പോകാനുള്ള കാര്യങ്ങളും എക്സാംസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ അതിൻ്റെ കുറച്ച് മെസ്സേജസ് വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറെ അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞത് പിന്നെ തന്നെ പറഞ്ഞ് ബോറടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ശരിക്കും എനിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം ഞാൻ അങ്ങനെ ടെറസിൽ വന്നിരുന്ന ഒരുപാട് സംസാരിക്കാനോ അല്ലെങ്കിൽ ടെറസിൽ ടൈം സ്പെൻഡ് ചെയ്യാനോ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ആദ്യമായിട്ടാണ് ടെറസിൽ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ആദ്യമായിട്ടൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഒരു ടോട്ടലി ഞാൻ വന്നിട്ട് എനിക്ക് ഇത് ഒരു സെക്കൻഡ് ടൈമാണ് ഞാൻ ടെറസിൽ വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും തന്നെ മിക്കപ്പോഴും റൂമിൽ എന്താ പറയുക അടച്ചുപൂട്ടിയിരിക്കാനും അല്ലെങ്കിൽ റൂമിലിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തത്. അങ്ങനെ എന്നെ പോലെ ആരെങ്കിലും തനി റൂമി അല്ലെങ്കിൽ റൂം അഡിക്റ്റഡ് ആയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, കാണുക അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. സോ ഇപ്പം ഇവിടെ മഴയ്ക്കാണെന്ന് തോന്നുന്നു, എനിക്കൊന്ന് പല പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു ടെറസ് ലവർ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓൾ കമൻറ്റ്സ് ആർ വാല്യുബിൾ. ആരും കമൻറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഓൾ കമൻറ്റ്സ് ആർ വാല്യുബിൾ. സോ മാക്സിമം എപ്പോഴും മൂഡ് ഔട്ടായിട്ട് ഇരിക്കാതെ മാക്സിമം എൻജോയ് ചെയ്യാം. നമ്മുടെ ചുറ്റും എന്ത് നടന്നോട്ടെ, ബട്ട് വി ഷുഡ് എൻജോയ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്. പിന്നെ എൻ്റെ ഈ ഒരു ചെയിനും ഇയറിങ്സും ഉടുപ്പുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കളറാണ്. അതായത് പെൻഡന്റ് കളറ് വേറൊരു ലെവല്, ഡ്രസ്സിൻ്റെ കളറ് എക്സ്ട്രാ വേറെ കളറ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ടീഷർട്ട് ഇടുന്നതിന് മുന്നേ ഞാൻ ഇട്ട് പെൻഡന്റ് അല്ല ഈ ഷെയ്ഡ് ഉടുപ്പായിരുന്നു, ചുരിദാറായിരുന്നു ഇട്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഇതെടുത്തിട്ട്. അപ്പോൾ അത് എന്നെ ഇവിടെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. രണ്ട് വ്യത്യസ്തമാണല്ലോ, ഒരു നമ്മളറിയില്ല അയിലയും എന്താ അലുവയും മുത്തിക്കറിയും പോലെ ഇരിക്കുന്നു എന്നൊക്കെ. ഓക്കെ, അതിലൊന്നും ഒരു കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ തളർത്താനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. കാരണം നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ഓരോരോ അപ്ഡേറ്റ്സും. നമ്മുടെ ഹാപ്പിനെസ് ആണെങ്കിലും നമ്മുടെ സങ്കടങ്ങളാണെങ്കിലും ഒക്കെ. അപ്പോൾ
ഒന്നാമത്തെ കാര്യം നമ്മൾ അതൊരിക്കലും വേറൊരു വ്യക്തിയിലോ വേറൊരു ഒരു ഇതിലോ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. മീൻസ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവരുടെ ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ സിറ്റുവേഷനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെപ്പോഴും നമ്മളെ തന്നെ സ്നേഹിക്കുക, മുന്നോട്ട് പോവുക, നടക്കുക. സോ നമുക്ക് അതിലുണ്ടാവുന്ന ആ ഒരു തന്നെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും, ബട്ട് ആ ഒരു ഹാപ്പിനെസ് വേറെ ലെവലാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് നിന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. വി ആർ ഓൾവേസ് ഹാപ്പി, അല്ലേ? നമ്മളെ സങ്കടപ്പെടുത്താനുള്ള കാര്യങ്ങളോ കാരണങ്ങളോ ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ട്, അത് നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളായിട്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ മറ്റൊരു വ്യക്തി വഴി നമുക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. പക്ഷെ അതേസമയം നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് അനുസരിച്ചാണ് നമ്മുടെ ഹാപ്പിനെസ് വരുന്നതെങ്കിൽ അവർ ഹാപ്പി അല്ലെങ്കിൽ നമ്മളും ഹാപ്പി അല്ല. അവർ വഴക്കിട്ടാൽ നമ്മളും ഓക്കെ അന്നത്തെ ആ ഒരു ദിവസം പോയി, അല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണോ അത് ഫുള്ള് ഡൗൺ ആയി അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് വേറെ ആരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പോൾ ഈ ഒരു ചെറിയ തോട്ടേ ഇന്ന് എനിക്ക് തരാനുള്ളൂ. സോ അടുത്തൊരു എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് വരുന്നവരെ കീപ് ഗോയിങ്. ടാറ്റ, ബൈ ബൈ, സീ യു, ബൈ. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിട്ടോ, ഞാൻ പോവാ. ടാറ്റ.